الحمد لله. الحمد لله الكريم المنان باسط الخيرات ومجيب الدعوات، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، واشهد ان لا اله الا الله وحده لا شريك له، واشهد ان محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى اله واصحابه ومن اهتدى بهداهم الى يوم الدين. اما بعد، فان اصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. فقد قال الله سبحانه وتعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم، يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ, ഗൗരവത്തിൽ ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് നാളെ കുടുംബത്തോടൊപ്പം സ്വർഗത്തിലെത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിലുള്ള വിശ്വാസം, ആ വിശ്വാസവുമായി മുന്നോട്ട് പോകുന്ന ഒരു വിശ്വാസി, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശുഭാപ്തി വിശ്വാസം, ആത്മവിശ്വാസം, അത് അയാളുടെ ജീവിതത്തിൽ പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്നതാണ്. മതമില്ലാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഒരു വിശ്വാസി അനുഭവിക്കുന്ന സമാധാനവും ശാന്തിയും അയാൾക്കൊരിക്കലും അനുഭവിക്കാൻ സാധ്യമല്ല. ഏതു തരത്തിലുള്ള പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും വിഷമഘട്ടങ്ങളിലുമെല്ലാം വിശ്വാസി പതറാതെ, യാതൊരു വിധത്തിലുള്ള ഭയാശങ്കകളുമില്ലാതെ അവൻ അങ്ങേയറ്റം പ്രതീക്ഷയിലാണ്. കാരണം അവൻ്റെ റബ്ബ് അവനോട് നൽകിയിട്ടുള്ള നിർദ്ദേശമതാണ്. അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ പത്നിയായ ഹവ്വ, ഇവർ രണ്ടാളെയും ഭൂമിയിലേക്ക് അള്ളാഹു അയക്കുന്നു.
മനുഷ്യകുലത്തിന്റെ പിതാവിനോട് അള്ളാഹു നൽകിയിട്ടുള്ള നിർദ്ദേശം, എന്നിൽ നിന്ന് നിങ്ങൾക്ക് സന്മാർഗം വന്നുകൊണ്ടിരിക്കും. ആ മാർഗദർശനം ആര് പിൻപറ്റുന്നുവോ അവർ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. ഭയവും ദുഃഖവുമില്ലാത്ത പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ശക്തമായ രൂഢമൂലമായ വിശ്വാസമാണ് ഒരു വിശ്വാസിയുടെ മനസ്സകത്തുള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴും വിശ്വാസി ഏറ്റവും ഭംഗിയായി നിലനിൽക്കുന്നവനാണ്. കാരണം ഈ ചെറിയ ജീവിതത്തിന് ശേഷം മരണാനന്തരം ഒരു വിശാലമായ ജീവിതം വരാനുണ്ട് എന്നും ആ ജീവിതം ശാശ്വതമാണെന്നും അവിടെയുള്ള രക്ഷാശിക്ഷകളാണ് ഏറ്റവും ശക്തമായി നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതും എന്ന തിരിച്ചറിവ് നേടുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലെ ഏതു പ്രയാസങ്ങളും അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് യാതൊരു പ്രയാസം ഉണ്ടാക്കുകയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിശ്വാസിയോട് നൽകിയിട്ടുള്ള വളരെ ഗൗരവമുള്ള രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തേത്, ജീവിതത്തിലെ ഏത് സന്ദർഭങ്ങളിലും ഒരു വിശ്വാസി ഏറ്റവും ശ്രദ്ധേയമായി പ്രാധാന്യത്തോടെ കൊണ്ടുപോകേണ്ടത് പ്രാർത്ഥനയാണ്. തൻ്റെ ജീവിതത്തിലെ ഏതു പ്രയാസങ്ങളിൽ നിന്നും തനിക്ക് സമാധാനവും ശാന്തിയും തരുമെന്ന് ഉറപ്പു തന്ന റബ്ബിനോടുള്ള തൻ്റെ പ്രാർത്ഥന. അള്ളാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. വഖാല റബ്ബുക്കും, നിങ്ങളുടെ നാഥൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ, അഥവാ ഉദ്ഉനി, എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം എന്ന് അള്ളാഹു പറഞ്ഞതാണ്. ആ വാഗ്ദാനത്തിൽ യാതൊരുവിധ ലംഘനവും ഉണ്ടാവുന്നതല്ല. ജീവിതത്തിലെ ഏത് സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചാൽ അവൻ ഉത്തരം തരും എന്നതിൽ സംശയമില്ല. പക്ഷേ പലപ്പോഴും നമ്മളെ അലട്ടുന്നൊരു സംഗതിയുണ്ട്. അതെന്താണ്? ഞാൻ കുറെ കാലമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഉത്തരം കിട്ടിയതായിട്ട് കാണുന്നില്ല. ഞാൻ പല കാര്യങ്ങളും റബ്ബിനോട് ചോദിച്ചു, എല്ലാം എനിക്ക് തന്നിട്ടില്ല. ഈ ഒരു പരാതി പലപ്പോഴും നമ്മുടെ മനസ്സുകളിൽ ഉണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിട്ടില്ല എന്ന പരാതി. യഥാർത്ഥത്തിൽ ഉത്തരം നൽകുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉത്തരം നൽകപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ റജുലിൻ യദ്ഉല്ലാഹ ബിദുആഇൻ ഇല്ലാ സ്തുജീബ ലഹു. ഏതൊരടിമയും അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആക്ക് അള്ളാഹു ഉത്തരം നൽകുക തന്നെ ചെയ്യും. എങ്ങനെയായിരിക്കും അള്ളാഹു ഉത്തരം ചെയ്യുക? അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇമ്മാ അൻ യുഅജ്ജല ലഹു ഫിദ്ദുനിയ, ഒന്നുകിൽ അവൻ ചോദിച്ചത് ദുനിയാവിൽ പെട്ടെന്ന് കൊടുക്കും. അവൻ ചോദിച്ചത് ദുനിയാവിൽ വെച്ച് തന്നെ അവന് കൊടുക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചോദിച്ചതും നമ്മൾ ചോദിക്കാത്തതുമായ ധാരാളം കാര്യങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഒരു മനുഷ്യനെ പരീക്ഷിക്കാനായി, അവൻ്റെ മനസ്സിനെ ഒന്ന് ക്ലിയറാക്കാൻ വേണ്ടി സലഫുകളിൽപ്പെട്ട ഒരാൾ പ്രയാസം കൊണ്ട് ആളുകളോട് ഇങ്ങനെ യാചിച്ചു കൊണ്ടിരിക്കുന്ന ആ മനുഷ്യനോട് ചോദിച്ചു, എന്താണ് നിന്റെ അവസ്ഥ? അദ്ദേഹം പറഞ്ഞു, ഞാൻ വളരെ പ്രയാസത്തിലാണ്, അതുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല, ആളുകളോടൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിച്ച് ജീവിക്കാൻ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, നിനക്ക് 2 കണ്ണുണ്ടോ? ഉണ്ട്. ആ 2 കണ്ണ് എനിക്ക് തരുമോ? ഞാൻ നിനക്ക് 1,00,000 ഉറുപ്പ്യ തരാം. 1,00,000 ഉറുപ്പ്യ നിനക്ക് തരാം. അദ്ദേഹം പറഞ്ഞു, ഞാൻ തരൂല, എൻ്റെ കണ്ണാണ്, അതിന് ഞാൻ തരൂല. അപ്പൊ അദ്ദേഹം ചോദിച്ചു, നിന്റെ 2 കൈകൾ ആരോഗ്യമുള്ളതല്ലേ? അതെ. എന്നാൽ ആ 2 കൈകൾ എനിക്ക് തരുമോ? ഞാൻ 1,00,000 ഉറുപ്പ്യ എനിക്ക് തരാം. അപ്പോഴും ആ മനുഷ്യൻ പറഞ്ഞു, തരൂല, എൻ്റെ ആവശ്യത്തിനുള്ളതാണ് ഈ കൈ, അതുകൊണ്ട് എനിക്ക് തരാൻ പറ്റൂല. മൂന്നാമതും അവസാനമായി അദ്ദേഹം ചോദിച്ചു,
നിനക്ക് യഥേഷ്ടം നടക്കാനും ഓടാനും ചാടാനും ഒക്കെ സൗകര്യമുള്ള 2 കാലില്ലേ, ആരോഗ്യമുള്ള? അതെ. എന്നാ 2 കാൽ എനിക്ക് തരാം, 1,00,000 ഉറുപ്പിക തരാം. അപ്പോഴും അയാൾ പറഞ്ഞു, ഞാൻ തരൂല, അതെനിക്ക് ആവശ്യമുള്ളതാണ്. ഈ മനുഷ്യൻ, ഈ വന്നയാൾ മറ്റേയാളോട് പറഞ്ഞൊരു വർത്താനുണ്ട്. അതെന്താണെന്നറിയോ? എടോ, നിന്റെ കയ്യിൽ ലക്ഷക്കണക്കിന് ഉറുപ്പികയുടെ മുതല് വെച്ചുകൊണ്ടാണ് നീ സങ്കടപ്പെട്ടുകൊണ്ട് നാട് നീളെ നടക്കുന്നത്. അതൊരു വല്ലാത്ത വർത്താനാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ മൂല്യമുള്ളതാണ് അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹം, നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പലപ്പോഴും നമ്മൾ വളരെ ചെറിയ കാര്യങ്ങളിലാണ് എനിക്ക് അല്ല തന്നില്ല, എനിക്ക് തന്നില്ല, എനിക്ക് തന്നില്ല, ഞാൻ ആഗ്രഹിച്ചു കിട്ടിയില്ല എന്നൊക്കെ പറയാം. എന്നാൽ വിലമതിക്കാത്ത ധാരാളം അനുഗ്രഹങ്ങൾ നിനക്ക് റബ്ബ് എന്നോണം തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നീ ചോദിക്കാതെ തന്നെ തന്നു, ചോദിക്കുന്നതും തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദുനിയാവിൽ വെച്ച് തന്നെ ഉത്തരം പെടുന്നത് കിട്ടിയേക്കാം, ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ഈ പ്രാർത്ഥിച്ചതിന് മുഴുവനും ഓരോന്നിനും വലിയ പ്രതിഫലങ്ങളായി തീരുമാനിച്ച് നാളെ പരലോകത്ത് നിന്റെ ജീവിതം സുഗമമാക്കാൻ വേണ്ടി അള്ളാഹു മാറ്റിവെക്കുന്നതാണ്. നീ ചോദിച്ചത് ചെറിയ ചില കാര്യങ്ങളായിരിക്കും, ചെറിയ കാര്യം ചോദിച്ചു, പക്ഷെ അള്ളാഹു നിനക്ക് തന്നില്ല നോക്കാം. അത് റബ്ബിന്റെ ഹിക്മത്താണ്. നിനക്ക് റബ്ബ് തരാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല നീ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും വലിയ മൂല്യങ്ങളുള്ള, വലിയ പ്രതിഫലമുള്ള അമലായി നാളെ റബ്ബിന്റെ സമക്ഷത്തിലേക്ക് നീ വരുമ്പോ തരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ചു വെക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഇമ്മാ യുകഫറ അൻഹു മിൻ ദുനൂബിഹി ബിഖദ്രി മാ ദആ. അല്ലെങ്കിൽ നമ്മെ ബാധിക്കാനിരുന്ന ഏതെങ്കിലും ഒരു വലിയ തിന്മ, ആ തിന്മയിൽ നിന്ന് നിന്നെ അള്ളാഹു രക്ഷപ്പെടുത്താൻ നിന്റെ പ്രാർത്ഥന കാരണമാവുകയാണ്. ഒരുപക്ഷെ നിന്നെ ബാധിക്കാനിരുന്ന, നിന്നെ പിടികൂടാനിരുന്ന ഒരു വലിയ തിന്മയെ നീ ചോദിച്ച ചെറിയ ചോദ്യങ്ങൾ കൊണ്ട് റബ്ബതങ്ങ് മാറ്റിക്കളയാൻ വേണ്ടി, റബ്ബങ്ങ് പുറത്തു തരാൻ വേണ്ടി, ഇല്ലാതാക്കി കളയാൻ വേണ്ടി മാറ്റിവെച്ചതാണ്. 3-ൽ 1 ലഭിക്കും, ഉറപ്പാണ്. ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിനക്ക് ലഭിക്കുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കാൻ. അതുകൊണ്ടും ഒരു തരത്തിലുള്ള നിരാശയും വേണ്ട, റബ്ബിനോട് പ്രാർത്ഥിച്ചോളി. ഒരുപക്ഷേ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അതിന് ഉത്തരം കിട്ടും. ഇല്ലെങ്കിൽ നിനക്ക് പരലോകത്തത് കണ്ടുമുട്ടാം. ഇല്ലെങ്കിൽ നിനക്ക് വരാനിരിക്കുന്ന തീരുമാനിക്കപ്പെട്ട ഏതെങ്കിലും ഒരു തിന്മയെ അള്ളാഹു അതുമൂലം അങ്ങ് മാറ്റിക്കളഞ്ഞേക്കാം. ഇത് 3-ൽ 1 നടക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അതുകൊണ്ട് തന്നെ റബ്ബിലേക്ക് തിരിഞ്ഞോളി എല്ലാ സന്ദർഭത്തിലും. ഏതെങ്കിലും സന്ദർഭത്തിൽ റബ്ബല്ലാത്തതിലേക്ക് നീ തിരിഞ്ഞാൽ, റബ്ബിനോട് ചോദിക്കുന്നത് നിനക്ക് അഹങ്കാരമായി വന്നാൽ, നിനക്കതൊരു അവഗണനയായി തോന്നിയാൽ, അള്ളാഹുവിന്റെ ഖുർആൻ അള്ളാഹു പറയാണ്, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എനിക്ക് ആരാധന ചെയ്യുന്നതിൽ ആരെങ്കിലും അഹങ്കാരം നടിച്ചാൽ, എന്നോട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നിലേക്ക് ചോദിച്ചുകൊണ്ട് നിലനിൽക്കുന്നതിന് ആരെങ്കിലും അഹങ്കാരം നടിച്ചാൽ, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, വഴിയേ അവൻ നരകത്തിൽ. എപ്പോഴും ചോദിച്ചോളി, ഏതു സമയത്തും ചോദിക്കാം, ഏതു സന്ദർഭത്തിലും റബ്ബിനോട് ചോദിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമുക്ക് തരും എന്ന ഉറപ്പോടുകൂടി റബ്ബിനോട് ചോദിച്ചു കൊണ്ടിരിക്കണം. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്തുമെന്നതിൽ ഉറപ്പ്. ഞാൻ 2 കാര്യങ്ങൾ പെട്ടെന്ന് പറയാം അതിന്റെ കൂട്ടത്തിൽ. പരിശുദ്ധ ഖുർആനിൽ അമ്പിയാക്കളുടെ ചരിത്രം ഒന്ന് പുറകെ മറ്റൊന്നായി ഇങ്ങനെ വിശദീകരിക്കുന്നത് കാണാം. അമ്പിയാക്കളുടെ ചരിത്രം സൂറത്ത് അൻആമിൽ
18ഓളം പ്രവാചകന്മാരെ ഒരൊറ്റ ആയത്തിൽ 3 ആയത്തുകളിലായി 18 പ്രവാചകന്മാരെ എണ്ണുന്നുണ്ട്. സൂറത്ത് അംബിയ പ്രവാചകന്മാരുടെ ചരിത്രം ഹ്രസ്വമായി പറഞ്ഞു പോകുന്ന വിശാലമായ മേഖല. സൂറത്ത് അംബിയയിൽ നമുക്ക് കാണാം പ്രവാചകന്മാരുടെ ചരിത്രം എന്തിനാണ് അള്ളാഹു പറഞ്ഞത്, എന്തിനാണ് പ്രവാചകന്മാരുടെ ചരിത്രം അള്ളാഹു പറഞ്ഞത്. എല്ലാ ചരിത്രങ്ങളിലൂടെയും പോകാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളെക്കാൾ എത്രയോ ഉന്നതരാണ് പ്രവാചകന്മാർ. സംശയമുണ്ടോ? സംശയമുണ്ടോ? ഇല്ല. നമ്മളെക്കാൾ ഏറ്റവും ഉന്നതരാണ് പ്രവാചകന്മാർ. അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്ത ആളുകൾ, അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ച ആളുകൾ, അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിച്ച ആളുകൾ, അവരാണ് പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരാണ് ഭൂമി ലോകത്ത് അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ വിവിധങ്ങളായ പരീക്ഷണങ്ങൾ കൊണ്ടവരെ പ്രയാസപ്പെടുത്തി റബ്ബ്. പല രൂപത്തിലുള്ള പ്രയാസങ്ങളാണ്, പല രൂപത്തിലുള്ള പ്രയാസം. ഖുർആനിലൂടെ ഇങ്ങനെ പോയിക്കോളി കാണാം, പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ. ഞാൻ 2 എണ്ണം പെട്ടെന്ന് പറയാം. ഒന്ന്, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അവന്റെ കല്യാണം കഴിഞ്ഞാൽ ഒരു സന്താനം ഉണ്ടാവണം എന്നത്. വലിയ ആഗ്രഹം. ആ സന്താനം ഉണ്ടാകുന്നതിന് അല്പം താമസം വന്നാൽ നമ്മൾ ബേജാറാകാൻ തുടങ്ങും. ഭാര്യ ഭർത്താക്കന്മാർ മാത്രമല്ല, കുടുംബക്കാരൊക്കെ ബേജാറാകാൻ തുടങ്ങും. കുട്ടിയായില്ലേ ഇങ്ങനെ ചോദിച്ചു നടക്കും. ആളുകളെ ഫേസ് ചെയ്യാൻ തന്നെ മറ്റുള്ളവർക്ക് ബേജാറാകും. ആളുകൾ കണ്ടാൽ ചോദിക്കൂലേ, ആ ഒരു ബേജാറിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചികിത്സ പലതും നടത്തി നോക്കുന്നു, ശരിയാവണില്ല. എന്തു ചെയ്യും? അങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് ശിർക്കൻ കേന്ദ്രങ്ങളിലേക്ക്, ജാറങ്ങളിലേക്ക്, മഖാമുകളിലേക്ക്, പുണ്യസ്ഥലങ്ങളിലേക്ക്, അതുപോലെ തന്നെ മനുഷ്യന്റെ വിശ്വാസത്തെയും അവന്റെ മാനത്തെയും നശിപ്പിച്ചു കളയുന്ന ജ്യോത്സ്യന്മാരുടെ അടുത്തേക്കും കണക്കന്മാരുടെ അടുത്തേക്കും തൽസമാത്തിന്റെ ഉസ്താദുമാരുടെ അടുത്തേക്കും ആൾ ദൈവങ്ങളിലേക്കും ഒക്കെ മനുഷ്യന്റെ മനസ്സ് പോകുന്നത് ആ സന്ദർഭത്തിലാണ്, ആ പരീക്ഷണ ഘട്ടത്തിലാണ്. അവിടെയാണ് അള്ളാഹുവിന്റെ ഖുർആൻ മഹാനായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം, സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, 2 പ്രവാചകന്മാരുടെ ചരിത്രമാണ് ഖുർആൻ ആ വിഷയത്തിൽ വിശദീകരിച്ചത്. അള്ളാഹുവിന്റെ ചങ്ങാതി എന്ന്, അള്ളാഹുവിന്റെ മിത്രമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിമിനെ അള്ളാഹു ചങ്ങാതിയാക്കി, മിത്രമാക്കി എന്ന് ഖുർആൻ പഠിപ്പിച്ചു തന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ജീവിതത്തിന്റെ അവസാനം വരെ കുട്ടികളില്ല. പ്രയാസം തന്നെ പ്രയാസം. ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം ഒന്ന് പഠിക്കേണ്ടതാണ്. അവിടെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു പിന്നീട് കൊടുത്തത് 13 കുട്ടികളെയാ. നമുക്കൊക്കെ അറിയണത് ഇസ്മായിലും ഇസ്ഹാഖും മാത്രമല്ലേ ഉള്ളൂ, അല്ലേ? ഇസ്മായിലും ഇസ്ഹാഖും മാത്രം 2 കുട്ടികളെ കുറിച്ച് അറിയുള്ളൂ, അല്ല, 2 ഭാര്യമാരെ കുറിച്ചും നമുക്കറിയുള്ളൂ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവസാന സന്ദർഭത്തിലാണ് കുട്ടി ഉണ്ടാവുന്നത്. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരുന്നു. എന്താ ചോദിച്ചത്? റബ്ബി ലാ തദർനീ ഫർദാ വഅൻത ഖൈറുൽ വാരിസീൻ. അല്ലാഹുവേ, നീ എന്നെ ഒറ്റക്കാക്കല്ലേ, എനിക്കൊരു സന്താനമില്ലാതെ എന്നെ ഒറ്റക്കാക്കി കളയല്ലേ റബ്ബേ. നീ അനന്തരാവകാശം കൊടുക്കുന്നവരിൽ ഖൈറായവനാണല്ലോ അല്ലാഹ്. റബ്ബിനോട് നിരന്തരം ചോദിച്ചു. അവസാനം സക്കരിയ നബി അലൈഹി സ്വലാം പറയാണ്, അല്ലാഹുവേ, റബ്ബി ഇന്നി വഹനൽ അമ്മു മിന്നി വസ്തഅല റഅസു ശൈബാ വലം അകുൻ ബിദുആഇക റബ്ബി ശഖിയ്യാ. അല്ലാഹുവേ, എൻ്റെ എല്ലുകളൊക്കെ ദുർബലമായിട്ടുണ്ട്, എന്റെ തലയൊക്കെ നരയാൽ പ്രകാശിക്കുകയാണ്, ഞാൻ വാർദ്ധക്യത്തിലായി. അല്ലാഹ് വലം അകും ബിദുആഇക റബ്ബി ശഖിയ്യാ.
അല്ലാഹുവേങ്കിലും എന്റെ നാഥ, നിന്നോടുള്ള പ്രാർത്ഥനയിൽ ഈ സക്കരിയ പരാജിതനല്ല, ഞാൻ നിരാശനല്ല റബ്ബേ, നിനക്ക് തരാൻ കഴിവുള്ളവനാണെന്ന് എനിക്കുറപ്പുണ്ട്. ജീവിതത്തിന്റെ സായം സന്ധ്യയിലും നിരാശ കൈവിട്ടുകൊണ്ട് പ്രത്യാശയോടെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം മാഷാ അല്ലാഹ് അവസാനം അല്ലാഹ് കുട്ടിയെ കൊടുത്തു. സംഭവം വിശാലം. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവമാണ്. ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോ അള്ളാഹുവിലേക്ക് തിരിയുന്നതിന് പകരം മറ്റു പലയിടത്തേക്കും ചേക്കേറുന്ന മനുഷ്യന്റെ മനസ്സിൽ സമാധാനത്തിന്റെ, പ്രത്യാശയുടെ, പ്രതീക്ഷയുടെ തിരുനാളമാണ് അള്ളാഹുവിന്റെ ഖുർആൻ പ്രവാചകന്മാരുടെ ചരിത്രം പഠിപ്പിക്കുന്നത്. സയ്യിദുന അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം, അയ്യൂബ് അലൈഹിസ്സലാം, ചരിത്രം അറിയാത്തവരില്ല കൂട്ടത്തിൽ. ഒരു മനുഷ്യൻ എന്തൊക്കെ അനുഭവിക്കുമോ അതെല്ലാം അനുഭവിച്ചു. ഒരു മനുഷ്യൻ എന്തൊക്കെ ജീവിതത്തിൽ അഭിമുഖീകരിക്കണോ ആ പരീക്ഷണങ്ങളൊക്കെ അനുഭവിച്ചു. സന്താന സൗഭാഗ്യം ഉണ്ടായിരുന്നു, നശിച്ചുപോയി, എല്ലാം മരിച്ചു. സാമ്പത്തികമായി ഉയർച്ച ഉണ്ടായിരുന്നു, നശിച്ചുപോയി എല്ലാം. ഭാര്യമാരുണ്ടായിരുന്നു, ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും വിട്ടുപോയി. ശാരീരികമായി നല്ല കരുത്തുണ്ടായിരുന്നു, ശരീരം ശോഷിച്ച് രോഗത്തിൽ അടിമപ്പെട്ട് വീണുപോയി. അതുവരെയും പ്രത്യാശയാണ്. ഒരക്ഷരം റബ്ബിന്റെ തീരുമാനത്തിനെതിരെ പറഞ്ഞിട്ടില്ല. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം അവസാനം എഴുന്നേൽക്കാൻ കഴിയാതെ വീണുപോയി. അള്ളാഹുവിനോട് പറഞ്ഞു, അന്നി മസ്സനിയദ്ദുർറു വഅൻത അർഹമുർ റഹീമീൻ, അന്നി മസ്സനിയദ്ദുർറു വഅൻത അർഹമുർ റഹീമീൻ. നാഥ, എനിക്ക് ദുരിതം ബാധിച്ചിരിക്കുകയാണ്, ഞാൻ വീണുപോയി റബ്ബേ. അൻത അർഹമുർ റഹീമീൻ, നീ കരുണാവാരിധിയാണല്ലോ അല്ലാ, കരുണയാണല്ലോ നിന്റത്. ആ കരുണയിൽ ഉന്നതനായല്ലോ അല്ലാ, നീ എന്നോട് കരുണ കാണിക്കണേ. അദ്ദേഹത്തിന് നാം ഉത്തരം കൊടുത്തു. അല്ലാഹ് പറയാം. മാത്രല്ല, അദ്ദേഹത്തിന് നാം അദ്ദേഹത്തിന്റെ വീട്ടുകാരെ തിരിച്ചു കൊടുത്തു. ഖുർആന്റെ പ്രയോഗം സൂറത്ത് അംബിയ പരിശോധിച്ചോളൂ. അദ്ദേഹത്തിന്റെ കുടുംബത്തെ തിരിച്ചു കൊടുത്തു എന്ന് മാത്രല്ല, മുമ്പുണ്ടായിരുന്നതിന്റെ ഇരട്ടി കൊടുത്തു. അതുകൊണ്ട് ആ സക്കരിയ നബിക്ക്, അയ്യൂബ് നബിക്ക് 26 കുട്ടികൾ ഉണ്ടായിരുന്നു. നമുക്കൊക്കെ പരിചയമുള്ള ഒരാളുണ്ട്, ദുൽകിഫിൽ അലൈഹിസ്സലാത്തു വസ്സലാം. അയ്യൂബ് നബിയുടെ മൂത്ത മകന്റെ പേരാണ് ദുൽകിഫിൽ അലൈഹിസ്സലാത്തു വസ്സലാം. 26 മക്കളെ കൊടുത്തു അല്ലാഹു സുബ്ഹാനഹു വ തആല. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുത്തു. അല്ലാഹ് പറയാ, റഹ്മത്തൻ മിൻ ഇൻദിന, നമ്മുടെ അടുത്ത് നിന്നുള്ള കാരുണ്യം പോരാ. അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് നിൽക്കുന്ന, ജീവിക്കുന്ന ആളുകൾക്ക് ഒരു ഉത്ബോധനം, ഒരു സ്മരണയാണത്. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ എന്തു നിലപാടെടുക്കണമെന്ന ഉത്ബോധനം അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലൂടെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തരാണ്. അതുകൊണ്ട് പേടിക്കണ്ട, ബേജാറ് വേണ്ട, ഒരു നിരാശയും വേണ്ട, ഒരു തരത്തിലുള്ള ദുഃഖവും അലട്ടേണ്ടതില്ല. പ്രത്യാശയോടെ റബ്ബിലേക്ക് കൈയോർത്ത് അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ, നബിയ്യനൽ ഹബീബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. അള്ളാഹു പറഞ്ഞ ഒരു വാചകം കൂടി ഞാൻ ഇന്ന് പറയും, ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ഖുത്ബയിൽ സൂചിപ്പിക്കാം. അള്ളാഹുവിന്റെ ഖുർആൻ 25-ാം അധ്യായം സൂറ അൽ ഫുർഖാൻ, 25-ാം അധ്യായം സൂറ അൽ ഫുർഖാൻ, അതിന്റെ അവസാന വാചകം, ആ അധ്യായത്തിന്റെ പേര് അൽ ഫുർഖാൻ എന്നാണ്. സത്യവും അസത്യവും വേർതിരിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. ആ അധ്യായത്തിൽ ധാരാളം കാര്യങ്ങൾ, പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ ദാസന്മാരുടെ സ്വഭാവ ഗുണങ്ങളെ വിശദീകരിക്കുന്നുണ്ട്. അവസാനം വരെ വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർദി ഹൗന എന്ന് തുടങ്ങുന്ന ആയത്ത് മുതൽ ഇങ്ങോട്ട് വിശദീകരിക്കുന്നുണ്ട്. അതിന്റെ അവസാനത്തെ വാക്ക്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിന്റെ വിഷയത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ വാചകം, അള്ളാഹുവിന്റെ ഖുർആൻ അല്ലാഹ് പറഞ്ഞു,
ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും ഫഖദ് കദ്ദബ്തും ഫസൗഫ യകൂനു ലിസാമാ. അല്ലാഹുവിന്റെ ഖുർആൻ. ഖുൽ നബി നീ പറയാ, പറഞ്ഞു കൊടുക്ക്, പ്രഖ്യാപിക്കൂ അവരോട്, മാ യഅബഉ ബികും റബ്ബി, എന്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുക തന്നെ ഇല്ല. എന്റെ റബ്ബ് നിങ്ങളെ എന്ത് പരിഗണിക്കാനെന്നും ചോദിക്കാം. മാ യഅബഉ ബികും, അങ്ങനെയും പറയും അർത്ഥം. എങ്ങനെയാണ് നിങ്ങളുടെ റബ്ബ് നിങ്ങളെ പരിഗണിക്കാൻ? എന്റെ റബ്ബ് നിങ്ങളെ എങ്ങനെ പരിഗണിക്കാനാണ്? ലൗലാ ദുആഉകും, നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ എന്റെ റബ്ബ് നിങ്ങൾ എങ്ങനെ പരിഗണിക്കാനാണ്? അല്ലെങ്കിൽ എന്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കില്ല നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ. എന്നാലേ ചോക്ക്, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളോടും, ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ഞാൻ പറയാൻ, ആത്മാർത്ഥമായി രണ്ട് കൈകളും ആകാശത്തിലേക്ക് ഉയർത്തി തന്റെ റബ്ബിനോട് സങ്കടം പറഞ്ഞ ഈ ആഴ്ചയിലെ ഒരു ദിവസത്തിന്റെ ഏതെങ്കിലും ഒരു സമയം ഒന്ന് ഓർത്തെടുത്ത്, നിങ്ങൾ ഒന്നോർത്തെടുക്ക്. ആഴ്ചയിലെ ഏതെങ്കിലും ഒരു ദിവസത്തിലെ ഏതെങ്കിലും ഒരു സമയം രണ്ട് കൈകളും ആകാശത്തിലേക്ക് ഉയർത്തി തന്റെ റബ്ബിലേക്ക് പ്രതീക്ഷ വെച്ചുകൊണ്ട് തന്റെ സങ്കടങ്ങൾ പറഞ്ഞ നിമിഷം ഒന്ന് ഓർത്തെടുക്ക്. നമ്മൾ പ്രാർത്ഥിക്കുമല്ലേ? അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കും. അത് വേണം വേണ്ട എന്നൊക്കെ വെച്ചിട്ടാണ് പ്രാർത്ഥിക്കുക. നിസ്കാരശേഷവും ആളുകൾ പ്രാർത്ഥിക്കും. ആ ഇരുന്നിരിപ്പിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നുള്ളതാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ഉദുഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ. ഉദുഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ. നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഉറപ്പാണ്, കൽബിന് ഉത്തരം കിട്ടും എന്നുള്ള ഉറപ്പോടുകൂടി പറയണം. അപ്പൊ ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. ആത്മാർത്ഥമായ പ്രാർത്ഥന. കൈകൾ ഇങ്ങനെ ഉയരും, രണ്ട് കൈകളും ഇങ്ങനെ ഉയരും, ഇങ്ങനെ ചുരുട്ടൂല. അത് ആത്മാർത്ഥതയില്ലാത്തതാണ്. പൂർണ്ണമായും തന്നെ റബ്ബിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് ചോദിക്കേണ്ടത്. രണ്ട് കൈകളും ഉയർത്തി. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. അല്ലാഹുവിന്റെ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, ഫഖദ് കദ്ദബ്തും ഫസൗഫ യകൂനു ലിസാമാ. എന്നാൽ നിങ്ങൾ നിഷേധിച്ച് തള്ളിയിരിക്കുകയാണ്, അതിനാൽ അതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് അനിവാര്യമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ. അതുകൊണ്ട് ഖുത്ബയിലെ ഒന്നാമത്തെ ഭാഗം ഇന്ന് അവസാനിപ്പിക്കാം. അതിന്റെ രണ്ടാമത്തെ ഭാഗം ഇൻഷാ അല്ലാഹ് അടുത്ത ഖുത്ബയിൽ പറയാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലേറെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അവിടെയെല്ലാം പ്രത്യാശയും പ്രതീക്ഷയും നമുക്ക് നൽകുന്നത് നമ്മുടെ റബ്ബിനെ കുറിച്ചുള്ള ബന്ധവും റബ്ബിനോടുള്ള നമ്മുടെ അടങ്ങാത്ത അഭിനിവേശവും ആ റബ്ബ് നൽകുമെന്നുള്ള അങ്ങേറ്റത്തെ ആഗ്രഹവുമാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തെ ഏറ്റവും സംശുദ്ധമായി, സുന്ദരമായി, സമാധാനത്തോടെ, ശാന്തിയോടെ കൊണ്ടുപോകാൻ ഒരു വിശ്വാസിക്ക് കഴിയുന്നത് അവന്റെ ഏറ്റവും വലിയ ആയുധം അവന്റെ കയ്യിലുള്ളതാണ്. ആ ആയുധം ദുആ ആണ്. ആ ആയുധം പ്രാർത്ഥനയാണ്. അത് മുറുകെ പിടിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടിയിട്ടുള്ള പിരിവാണ്, സദഖയാണ്. പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടി, അതിന് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതാണ്. എല്ലാവരും ഇൻഷാ അല്ലാഹ് പോകുമ്പോൾ ഒരു സദഖ നമ്മുടെ കയ്യിൽ നിന്ന് ഈ പള്ളിക്ക് വേണ്ടി, നമ്മൾ വരുന്ന നിസ്കരിക്കുന്ന നമ്മളിരിക്കുന്ന ഈ പള്ളിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സദഖ നൽകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കും അർഹമായ പ്രതിഫലം നിന്ന് അനുഗ്രഹിക്കും ചെയ്യുമാറാവട്ടെ. വന്നുപോയി തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്തും അപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലിയുന്ന ആളുകൾക്ക് അള്ളാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിമായതിന്റെ പേരിൽ കഷ്ടപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന, പ്രയാസപ്പെടുത്തപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു സഹായവും അനുഗ്രഹവും നൽകുമാറാവട്ടെ. എല്ലാത്തരം പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാത്തരം മാരകമായ രോഗങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. കുടുംബത്തോടെ സ്വർഗ്ഗത്തിലെത്താൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين بما شئت وكيف شئت يا ذا الجلال والإكرام. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.
വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.